ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ അളവിലാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് ഒട്ടും വൈകിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ ഓരോരുത്തരും ഇഷ്ടാനുസരണം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അതും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ കുറച്ച് നേരം നമുക്ക് ഇളക്കിയെടുക്കാം, വഴറ്റാം. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 സവാളയാണ് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 3 അത്യാവശ്യം വലിപ്പമുള്ളതാണ്. എനിക്ക് ഈ കറിക്ക് അത്യാവശ്യം കുറച്ച് തിക്നെസ് ആയിട്ടുള്ള ഗ്രേവി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 3 ഒക്കെ ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് 2 മതി, അങ്ങനെ ആവാം. അതല്ല നിങ്ങൾക്കും എന്നെപ്പോലെ തന്നെ കുറച്ച് കൂടുതൽ കട്ടി ഗ്രേവിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു 3-4 ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയ്ക്കൊന്ന് മൂത്ത് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ വഴറ്റാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു തക്കാളി വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ് കേട്ടോ. ഒരു മീഡിയം ടൈപ്പിലുള്ള ഒരു തക്കാളിയാണ് എടുത്തത്. അപ്പോൾ അതും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളിയുടെ ഒരു പച്ച മണം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് പോകുന്നത് വരെ കുറച്ച് നേരം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരമായിട്ട് ഞാൻ ഇവിടെ ഇളക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ തക്കാളിയുടെ ഒക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 സ്പൂൺ കൂടുതലായിട്ട് തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ 1 സ്പൂൺ അളവിൽ മാത്രമാണ് ഞാൻ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. മുളക് പൊടി ഞാൻ അതിൽ കുറവാണ് ചേർക്കുന്നത്. പിന്നെ ഞാൻ അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിലാണ് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ചത്. അതേപോലെ തന്നെ 3/4 ടീസ്പൂൺ അളവിൽ തന്നെ ഞാൻ ഗരം മസാലയുടെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മാത്രമേ പൊടികളുടെ ആവശ്യമുള്ളൂ കേട്ടോ. നമ്മൾ കുറേ മസാലയൊന്നും ഇട്ട് കുത്തുന്നില്ല. അപ്പോൾ ഇത്ര മാത്രം പൊടികൾ ചേർത്തിട്ടുള്ളൂ. നമുക്ക് നന്നായിട്ടൊന്ന് നമ്മുടെ ഈ പൊടികളുടെയും കൂടി പച്ചമണം മാറുന്നതിന് നന്നായി കുറച്ച് നേരം കൂടി വഴറ്റിയെടുക്കാം. നമ്മൾ പൊടികൾ ഇടുമ്പോൾ എപ്പോഴും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വഴറ്റുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടിയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാൻ 1 സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ. ഇത് നമുക്ക് നന്നായിട്ട് നമ്മുടെ മസാലയൊക്കെ നമ്മുടെ ചിക്കനിലോട്ടൊന്ന് പിടിപ്പിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ സവോളയിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. നമ്മൾ ചിക്കന് വേണ്ട ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ചില ചിക്കൻ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വരും. ഇതൊന്നും കാണാനൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താണെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിത് കട്ടിയായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാറൊന്നും അധികമില്ല. നമ്മൾ പുരട്ടി കഴിക്കുന്ന രീതിയിലാണ് അത് കറി ആക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചിതാക്കുന്നില്ല കേട്ടോ. ഞാൻ അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ എന്നിട്ട് അഡീഷണൽ വെള്ളം കയറി വന്നതാണ് കേട്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇത്രയും വെള്ളം വേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. നമുക്ക് ഉപ്പൊക്കെ പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് നോക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പോരാന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ഇത്രയും വെള്ളം വേണ്ടാത്തത് കൊണ്ട് തന്നെ തുറന്ന് വെച്ച് വേവിക്കാണ്ട് ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് എനിക്ക് കറി വേണ്ടത്. ഒരുപാട് ഡ്രൈ ആക്കൊന്നുമില്ല, ഒരുപാട് ചാറോട് കൂടിയിട്ടും വേണ്ടാട്ട്. ഈ ഒരു രീതിക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഉണ്ടാക്കാനായിട്ട്. വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു കറി നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ മാക്സിമം സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എങ്കിലും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.